ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നൊരു മാലാഖയുടെ ചിറകുണ്ടാക്കാനാണ് പോകുന്നത്. ചിറകുണ്ടാക്കാനായിട്ട് തെർമോക്കോളാണ് ഉപയോഗിക്കുന്നത്. തെർമോക്കോളിൻ്റെ വലിയ ഷീറ്റ് വാങ്ങിച്ചു. അതിനെ കോൺ ടു കോൺ ചെറിയൊരു ഗ്യാപ്പ് വിട്ടിട്ട് ഞാനത് കട്ട് ചെയ്തെടുത്തു. അതായത് ചിറകിൻ്റെ ഭാഗം വലുതായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തത്. അതിനുശേഷം അതിലേക്ക് നമ്മുടെ ചിറകിൻ്റെ ഒരു ഡിസൈൻ വരച്ചിട്ടുണ്ട്. ഇതിന് നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. നൈഫ് ഉപയോഗിച്ചാണ് കട്ട് ചെയ്യുന്നത്. നൈഫ് അല്ലെങ്കിൽ ബ്ലൈഡ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉപയോഗിച്ച് കട്ട് ചെയ്യാം. കട്ട് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ ഉപയോഗിക്കുന്ന ആ ബ്ലൈഡ് അല്ലെങ്കിൽ നൈഫ് മാക്സിമം വെർട്ടിക്കലായിട്ട് തന്നെ ഉപയോഗിക്കുക. എന്നാൽ മാത്രമേ നമ്മുടെ ആ ഒരു ചിറകിൻ്റെ ഷേപ്പ് അതേപോലെ തന്നെ കട്ട് ചെയ്ത് കിട്ടുകയുള്ളൂ. അല്ലെങ്കിൽ ചരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ നമ്മുടെ രണ്ട് ചിറകുകൾ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അതിൽ ചെറിയ ചെറിയ ഡിസൈൻസൊക്കെ ഒന്ന് റീഡ്രോ ചെയ്ത് കൊടുക്കുകയാണ്. റീഡ്രോ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, നമുക്ക് ഫോട്ടോയ്ക്ക് നല്ലൊരു വ്യൂ കിട്ടും. അടുത്ത് നോക്കുമ്പോഴത്തേക്കും നല്ലൊരു വ്യൂ കൂടെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിതിപ്പോൾ ആ ഒരു ചാർക്കോൾ പെൻസിൽ ഉപയോഗിച്ചുകൊണ്ട് ജസ്റ്റ് ആ ഒരു ചിറകിൻ്റെ ഷേപ്പിനനുസരിച്ചുള്ള ലൈൻസ് കൂടെ ആഡ് ചെയ്യുന്നത്. അങ്ങനെ നമ്മുടെ മാലാഖയുടെ ചിറകിലെ ഡിസൈൻസൊക്കെ വരച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ചിറകിൻ്റെ ഫൈനലായിട്ടുള്ള ഔട്ട്പുട്ട് വരുന്നത്. ഇനി നമുക്ക് ഈ ഒരു ചിറകിനെ നമ്മുടെ ആ ഒരു മാലാഖയാക്കാൻ പോകുന്ന കുട്ടിയിലേക്ക് സെറ്റ് ചെയ്യാം. സാധാരണ നമ്മൾ ഷോൾഡർ ബാഗ് ചെയ്യുന്നത് പോലുള്ള രീതിക്ക് ചിറകിൽ 2 ഹോൾസൊക്കെ ആഡ് ചെയ്തിട്ട് നമ്മളൊരു വള്ളി ഉപയോഗിച്ച് കെട്ടിയിട്ടൊക്കെയാണ് ആഡ് ചെയ്തിട്ടുള്ളത്. വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലായിരുന്നു. ഇതാണ് നമ്മുടെ ഫൈനലായിട്ടുള്ള ഔട്ട്പുട്ട് വരുന്നത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും ഒരു അടിപൊളി ക്രിസ്മസ് ആശംസിക്കുന്നു. എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം. Thank you.